നമ്മൾ നോക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അതിൽ നമ്മൾ എന്താണ് പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താണ് സോഫ്റ്റ്വെയർ, വാട്ട് ആർ ദ ആട്രിബ്യൂട്ട്സ് ഓഫ് എ ഗുഡ് സോഫ്റ്റ്വെയർ, പിന്നെ വാട്ട് ഈസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, വാട്ട് ആർ ഫണ്ടമെന്റൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആക്ടിവിറ്റീസ്, ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കിയായിരുന്നു. ഇന്ന് നമ്മൾ സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സ്, ജനറിക് പ്രൊഡക്ട്സ്, കസ്റ്റമൈസ്ഡ് പ്രൊഡക്ട്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ് ഓഫ് എ ഗുഡ് സോഫ്റ്റ്വെയറിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. മെയിൻറ്റൈനബിലിറ്റി, ഡിപ്പെൻഡബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി, എഫിഷ്യൻസി, അക്സെപ്റ്റബിലിറ്റി. പിന്നെ എന്താണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്നും പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഡൈവേഴ്സിറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയർ സിസ്റ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒന്നിനും ഇന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ഇന്ന ആപ്ലിക്കേഷൻ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യണമെന്ന് ഒന്നും എവിടെയും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു യൂണിവേഴ്സൽ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ടെക്നിക്സ് എവിടെയില്ല. പിന്നെ ഇങ്ങനെ ആ ഒരു ഓരോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മെത്തേഡ്സും ടൂൾസും ആ ഒരു ആപ്ലിക്കേഷനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിൽ കസ്റ്റമറിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, പിന്നെ ഡെവലപ്മെന്റ് ടീമിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ്, അപ്പോൾ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടൂൾസും മെത്തേഡ്സും ഒക്കെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ടൈപ്സ് ഏതൊക്കെ അവൈലബിൾ ആണെന്ന് നോക്കാം. ഒന്നാമത് സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻ. These are application systems that run on a local computer such as a PC. They include all necessary functionality and do not need to be connected to a network. അപ്പോൾ നമ്മുടെ സാധാരണ പോലത്തെ പി സിയിലൊക്കെ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻസിനെയാണ് സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അവർക്ക് ഒരു എക്സ്ട്രാ ഫങ്ഷനാലിറ്റീസോ അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ ആവശ്യമൊന്നും തന്നെ വേണ്ട. അതാണ് സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻ. രണ്ടാമത്തത് ഇന്ററാക്റ്റീവ് ട്രാൻസാക്ഷൻ ബേസ്ഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ നോക്കി, ആപ്ലിക്കേഷൻ ദാറ്റ് എക്സിക്യൂട്ട് ഓൺ എ റിമോട്ട് കമ്പ്യൂട്ടർ ആൻഡ് ആർ അസിസ്റ്റഡ് ബൈ ദ യൂസർ ഫ്രം their own PC or terminal. They include web applications such as e-commerce applications. അപ്പോൾ ഇത് ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ പോലുള്ള വെബ് ആപ്ലിക്കേഷൻസ് ആണ് ഇന്ററാക്റ്റീവ് ട്രാൻസാക്ഷൻ ബേസ്ഡ് ആപ്ലിക്കേഷനിൽ വരുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷനൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന റിമോട്ട് കമ്പ്യൂട്ടറിലാണ്. പിന്നെ ഇതിനെ യൂസർ അസിസ്റ്റ് ചെയ്യുന്നത് അവരുടെ സ്വന്തം പി സിയിൽ നിന്നാണ്. പിന്നെ അടുത്തത് എംബഡഡ് കൺട്രോൾ സിസ്റ്റം. These are software control systems that control and manage hardware devices. Numerically, they are probably more embedded systems than any other type of system. അപ്പോൾ ഇതെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ കൺട്രോൾ സിസ്റ്റംസ് ആണ്. ഇത് ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ കൺട്രോൾ സിസ്റ്റംസ് ആണ് എംബഡഡ് കൺട്രോൾ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബാച്ച് പ്രോസസിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ ദിസ് ആർ ബിസിനസ് സിസ്റ്റം ദാറ്റ് ആർ ഡിസൈൻഡ് ടു പ്രോസസ് ഡാറ്റ ഇൻ ലാർജ് ബാച്ചസ്. അതായത് ഓരോ ഡാറ്റകൾ, അതായത് സെയിം ജോബ് പെർഫോം ചെയ്യുന്ന ഓരോ ഡാറ്റകൾ, അല്ലെങ്കിൽ ഓരോ ആവശ്യത്തിന് വേണ്ടിയുള്ള ഓരോ ഡാറ്റകളെ ബാച്ചസ് ആക്കി മാറ്റി അതിനെ പ്രോസസ് ചെയ്യിക്കലാണ് ബാച്ച് പ്രോസസിംഗ് സിസ്റ്റംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പ്രോസസ് ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ഇൻപുട്സ് ടു ക്രിയേറ്റ് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്. അപ്പോൾ ഒരുപാട് ഇൻപുട്ട് ഇവിടെ വേണം, എന്നാലേ അവർക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് ഇവിടെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത എന്റർടൈൻമെന്റ് സിസ്റ്റം. There are systems that are primarily for personal use and which are intended to entertain the user. അപ്പോൾ ഇത് ഫോക്കസ് ചെയ്യുന്നത് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ്, പിന്നെ യൂസർ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്തത് systems for modeling and simulation. These are systems that are developed by scientists and engineers to model physical process or situations which include many separating interacting objects. അപ്പോൾ ഒരു ഫിസിക്കൽ പ്രോസസ്സിനെ അല്ലെങ്കിൽ സിറ്റുവേഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് സയന്റിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ഡെവലപ്പ് ചെയ്തൊരു മോഡലാണ്. ഓക്കെ, ഒരു സിസ്റ്റം ആണ് സിസ്റ്റം ഫോർ മോഡലിംഗ് ആൻഡ് സിമുലേഷൻ. പിന്നെ ഡാറ്റ കളക്ഷൻ സിസ്റ്റം. These are systems that collect data from their environment using a set of sensors and send data to other system for processing. അതായത് ഇപ്പം എൻവയോൺമെന്റിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ട് സെൻസേഴ്സ് യൂസ് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്ത് വേറെ സിസ്റ്റത്തിലേക്ക് പ്രോസസ്സിംഗിന് വേണ്ടി സെൻഡ് ചെയ്യുന്ന സിസ്റ്റത്തിനാണ് നമ്മൾ ഡാറ്റ കളക്ഷൻ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സിസ്റ്റംസ് ഓഫ് സിസ്റ്റംസ്. These are systems that are composed of number of other software systems. അപ്പോൾ ഒരുപാട് സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന്റെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ സിസ്റ്റംസ് ഓഫ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ ദാറ്റ് ഹാസ് ഓൾറെഡി ബീൻ ഡെവലപ്ഡ് റാദർ ദാൻ റൈറ്റ് ന്യൂ സോഫ്റ്റ്വെയർ. അടുത്തത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആൻഡ് ദ വെബ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആൻഡ് ദ വെബ് ഇപ്പൊ നോക്കാം. The web is now a platform for running applications, and organizations are increasingly developing web-based systems rather than local systems. അപ്പോൾ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരുവിധ എല്ലാ സോഫ്റ്റ്വെയർസും വെബിലാണല്ലേ റൺ ചെയ്യുന്നത്. വെബിന്റെ ആവശ്യം വേണം. മാത്രമല്ല എല്ലാത്തിനും ലോക്കൽ സിസ്റ്റത്തിൽ നിന്ന് മാറി വെബ് ബേസ്ഡ് സിസ്റ്റം ആക്കി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വെബ് സർവീസസ് അലോ ആപ്ലിക്കേഷൻ ഫങ്ഷനാലിറ്റി ടു ബി അസിസ്റ്റ് ഓവർ വെബ്. അപ്പോൾ വെബ് സർവീസ് ഒക്കെ നമുക്കിപ്പം വെബിലൂടെയാണ് ആപ്ലിക്കേഷൻ ഫങ്ഷനാലിറ്റി ഒക്കെ അസസ് ചെയ്യുന്നത്. Now, cloud computing is an approach to the provision of computer services where applications can remotely on the cloud. Users do not buy software but pay according to the use. In a web software engineering as a software use is a dominant approach for constructing web-based system.
When building this system, you think about how you can assemble them from pre-existing software components and systems. Web-based systems should be developed and delivered incrementally. അതായത് increment ആയിട്ടാണ് ഇവിടെ web-based systems develop ചെയ്യുകയും deliver ചെയ്യുകയും ചെയ്യുന്നത്. It is now generally recognized that it is impractical to specify all the requirements for such system in advance. അപ്പോൾ സിസ്റ്റത്തിന് എന്തൊക്കെ വേണം, എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് ഉള്ളതെന്ന് അതിപ്പോൾ നമുക്ക് പറയാൻ മീൻസ് സ്പെസിഫൈ ചെയ്യാനായിട്ട് അത് ഇറ്റ്സ് ഇംപ്രാക്ടിക്കൽ. User interfaces are constrained by the capabilities of web browsers. So technologies such as Ajax allow rich interfaces to be created within a web browser, but are still difficult to use. Web forms with local scripting are more commonly used. That's web software engineering. When a web-based software engineering, web-based systems are complex distributed systems, but the fundamental principle of the software engineering discussed previously are applicable to them as they are to other types of system. The functional ideas of software engineering discussed in the previous section apply to web-based software in the same way that they apply to the other types of software system. ഇവിടെ പറഞ്ഞേക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗും വെബും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ഇപ്പോൾ വെബ് വേണം അല്ലെ, ഇപ്പോഴത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് വെബ് വേണം. അപ്പോൾ ഓർഗനൈസേഷൻ ഒക്കെ ഇപ്പോൾ വെബ് ബേസ്ഡ് ആണ്, ലോക്കൽ സിസ്റ്റത്തിൽ നിന്ന് മാറി വെബ് ബേസ്ഡ് സിസ്റ്റം ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ വേണമെങ്കിൽ എന്താണ്, ഇപ്പോൾ നമുക്ക് ക്ലൗഡ്സ് ഒക്കെ തന്നെയാണെങ്കിൽ സോഫ്റ്റ്വെയർ ഒക്കെ നമുക്ക് ബൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അതിന് എന്ത് ചെയ്യാം, റെന്റ് കൊടുത്ത് നമുക്ക് പേ ചെയ്താൽ മതി. പിന്നെ വെബ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് സോഫ്റ്റ്വെയർ യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വെബ് ബേസ്ഡ് സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്തൊരു നല്ലൊരു അപ്രോച്ചാണ്. ഇപ്പോൾ വെൻ ബിൽഡിംഗ് ദി സിസ്റ്റംസ് യു തിങ്ക് അബൌട്ട് ഹൗ യു ക്യാൻ അസംബിൾ ദം ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയർ കമ്പോണൻസ് ആൻഡ് സിസ്റ്റം. അപ്പോൾ നമ്മളിത് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെ നമുക്ക് അസംബിൾ ചെയ്യാം, ഒരു പ്രീ എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയർ കമ്പോണൻസ് എന്ന സിസ്റ്റത്തിൽ നിന്നും എങ്ങനെ നമുക്ക് അസംബിൾ ചെയ്യാം. വെബ് ബേസ്ഡ് സിസ്റ്റം ഷുഡ് ബി ഡെവലപ്ഡ് ആൻഡ് ഡെലിവേർഡ് ഇൻക്രിമെന്റലി. ഇത് ഇൻക്രിമെന്റ് ആയിട്ട് വേണം വെബ് ബേസ്ഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനും ഡെലിവർ ചെയ്യാനും. പിന്നെ വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ basic systems are complex distributed systems, but the fundamental principles of the software engineering discussed previously are applicable to them as they are to any other types of system. അതായത് നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ആപ്ലിക്കേഷൻസ് ഒക്കെ ഇവിടെയും വരുന്നത് സെയിം തന്നെയാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ആണ് വെബ് ബേസ്ഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എത്തിക്സ് ആണ്. Software engineering involves wider responsibilities than simply the application of technical skills. അതായത് എഞ്ചിനീയേഴ്സിന്റെ കുറെ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ടാണ് ഇവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എത്തിക്സിൽ പറയുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് മസ്റ്റ് ബിഹേവ് ഇൻ എ ഹോണസ്റ്റ് ആൻഡ് എത്തിക്കലി റെസ്പോൺസിബിൾ വേ ഇഫ് ദേ ആർ ടു ബി റെസ്പെക്റ്റഡ് ആസ് പ്രൊഫഷണൽസ്. അതായത് അവര് പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് രീതികളുണ്ട്. അവര് എന്താണ്, എത്തിക്കലി ഓണസ്റ്റ് ആയിരിക്കണം. പിന്നെ ഒരു പ്രൊഫഷണൽ എന്ന് പറയണമെങ്കിൽ അവര് ആ ഒരു രീതികൾ അവർ കൈകാര്യം ചെയ്തിരിക്കണം. Ethical behavior is more than simply upholding the law, but involves following a set of principles that are morally correct. അപ്പോൾ എത്തിക്കൽ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്, ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾ ഉണ്ട്. അപ്പോൾ ആ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുക, ആ ലോസിനെ അനുസരിക്കുക, അതാണ് എത്തിക്കൽ ബിഹേവിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഷ്യൂസ് ഓഫ് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അവിടെ വരുന്ന ഇഷ്യൂസ് ആണ് അടുത്തത്. Confidentially എന്ന് പറയുമ്പോൾ engineers should normally respect the confidentiality of their employees or clients irrespective of whether or not a formal confidentiality agreement has been signed. അതായത് ഒരു എന്താ പറയുക, കോൺഫിഡൻഷ്യലി മീൻസ് രഹസ്യമായിട്ട് സൂക്ഷിക്കുക. അതായത് അവരെ എംപ്ലോയിന്റെ അല്ലെങ്കിൽ ക്ലയൻസിന്റെ കാര്യങ്ങൾ അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുക. പിന്നെ competence. Engineers should not misrespect their level of competence. They should not knowingly accept work which is outfit their competence. അതായത് അവർക്കറിയാത്ത കാര്യങ്ങൾ അവർ ഏറ്റെടുക്കാൻ പാടില്ല. പിന്നെ intellectual property rights. Engineers should be aware of local law governing the use of intellectual property such as patents, copyright, etc. അപ്പോൾ എഞ്ചിനീയേഴ്സിന് ഈ കാര്യങ്ങൾ പേറ്റന്റ്, കോപ്പിറൈറ്റ് അങ്ങനെയുള്ള കുറച്ച് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എഞ്ചിനീയേഴ്സ് അറിഞ്ഞിരിക്കണം. പിന്നെ അടുത്തത് വരുന്നത് കമ്പ്യൂട്ടർ മിസ്യൂസ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഷുഡ് നോട്ട് യൂസ് എ ടെക്നിക്കൽ സ്കിൽ ടു മിസ്യൂസ് അതേഴ്സ് പീപ്പിൾ കമ്പ്യൂട്ടർ. അതായത് ഇങ്ങനെ പോലത്തെ ഹാക്കിംഗ് പോലത്തെ സംഭവങ്ങൾക്കൊന്നും ഒരിക്കലും കമ്പ്യൂട്ടർ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അതാണ്. അപ്പോൾ ഈ 4 ഇഷ്യൂസ് ആണ് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. അടുത്തത് ACM IEEE കോഡ് ഓഫ് എത്തിക്സ്. അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കോഡ് ഓഫ് എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ പ്രാക്ടീസസ്, ACM IEEE CS ജോയിന്റ് ടാസ്ക് ഫോഴ്സ് ഓൺ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ പ്രാക്ടീസസ്, പ്രിയാമ്പിൾ, പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് നോക്കിക്കേ, ഇതാണ് പറയുന്ന 8 എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. പബ്ലിക്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഷോൾ ആക്ട് കൺസിസ്റ്റന്റ്ലി വിത്ത് ദ പബ്ലിക് ഇൻട്രസ്റ്റ്. അതായത് പബ്ലിക് ഇൻട്രസ്റ്റ് അനുസരിച്ച് വേണം സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആക്ട് ചെയ്യാനായിട്ട്.
Means client and employer. Software engineer shall act in a manner that is in the best way interest of their client and employer, consistent with the public interest. അതായത് ക്ലയന്റിന്റെയും അല്ലെങ്കിൽ എംപ്ലോയറിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നിൽക്കണം. Product. Software engineer shall ensure that the products and related modifications meet the highest professional standard possible. പിന്നെ അടുത്തത് judgment. Judgment. Software engineer shall maintain integrity and independence in their professional judgment. Management. Software engineering managers and leaders shall subscribe to and promote an ethical approach to the management of software development and maintenance. Profession. Software engineers shall advance the integrity and reputation of professional consistence with the public interest. Colleagues. Software engineers shall be fair to and supportive for their colleagues. Self. Software engineers shall practice in lifelong learning regarding the practice of their profession and shall promote an ethical approach to the practice of the profession. ഇതാണ് 8 ethical principles. പബ്ലിക് ഇപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ഇൻട്രസ്റ്റ് അനുസരിച്ച് നിൽക്കണം. പിന്നെ ക്ലയന്റ് ആൻഡ് എംപ്ലോയീസിൽ വരുന്നത് വെച്ചാൽ ക്ലയന്റിന്റെ എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് വേണം നിൽക്കാൻ. പിന്നെ പ്രൊഡക്റ്റ്, അപ്പൊ അവര് നിർമ്മിക്കുന്ന പ്രൊഡക്ട്സ് എല്ലാം തന്നെ കസ്റ്റമറിന്റെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. ജഡ്ജ്മെന്റ്, അവര് ഇന്റഗ്രിറ്റിയും ഇൻഡിപെൻഡൻസും അവർ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ മാനേജ്മെന്റ് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മാനേജേഴ്സ് ആൻഡ് ലീഡേഴ്സ് ഷാൽ സബ്സ്ക്രൈബ് ടു ആൻഡ് പ്രൊമോട്ട് ആൻ എത്തിക്കൽ അപ്രോച്ച് ടു ദ മാനേജ്മെന്റ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ടൈമിൽ അവർ എന്ത് വേണം, അവരൊരു എത്തിക്കൽ അപ്രോച്ചിൽ വേണം ആ ഒരു എത്തിക്കൽ അപ്രോച്ച് അവർ കൈകാര്യം ചെയ്യണം. പിന്നെ പ്രൊഫഷൻ. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഷാൽ അഡ്വാൻസ് ഇന്റഗ്രിറ്റി ആൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് ദ പ്രൊഫഷൻ കൺസിസ്റ്റന്റ് വിത്ത് പബ്ലിക് ഇൻട്രസ്റ്റ്. അപ്പൊ അവര് എന്താണ് ആ ഒരു ഇന്റഗ്രിറ്റിയും റെപ്യൂട്ടേഷനും അവരത് മെയിൻറ്റെയിൻ ചെയ്യണം. കൊളീഗ്സ്, അതായത് അവരെ കൊളീഗ്സിന് അവർ സപ്പോർട്ടീവ് ആയിരിക്കണം, ഫെയർ ആയിരിക്കണം. സെൽഫ് എന്ന് പറഞ്ഞാൽ software engineers shall practice in lifelong learning regarding the practice of their profession and shall promote an ethical approach to the practice of profession. അതായത് അവർ പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു എത്തിക്കൽ അപ്രോച്ചിൽ വേണം അവർ കൊണ്ടു നടക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി സെക്ഷൻസ് അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.